പിന്നെ ഒരു കാര്യം ദൈവം എന്നോട് വെളിപ്പെട്ടതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവത്തെ എ- എത്രയും പെട്ടെന്ന് ലഭിക്കാൻ, എത്രയും പെട്ടെന്ന് നമുക്ക് ദൈവം അടുത്ത് വരണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം വെളിപ്പെടുത്തി തന്നൊരു രഹസ്യം പറയാം. ഇപ്പോൾ കറണ്ട് വോൾട്ടേജ് നമുക്കറിയാം. കറണ്ട് പാസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ഉള്ള സ്ഥലത്തുനിന്ന് ലോ വോൾട്ടേജിലേക്ക് ഉള്ള അടുത്തൊരു സർക്യൂട്ടിലൊരു പോയിന്റിലേക്ക് ആയിരിക്കും കറണ്ട് പാസ് ചെയ്യുക. അങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹൈ വോൾട്ടേജ് ഉണ്ട്, ഇവിടെ 0 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 22,000 വോൾട്ടേജ് ഇവിടെ ഉണ്ട്, ഇവിടെ 0 പോയിൻ്റാണ്. ഇവിടുന്ന് കറണ്ട് അങ്ങോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് ഉള്ളിടത്ത് നിന്ന് ലോ വോൾട്ടേജിലേക്ക് കറണ്ട് ഒഴുകുന്നതാണ് ശക്തി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ എനിക്കൊരു 10-15 വർഷം മുമ്പ് ദൈവം തന്ന ഒരു വെളിപാടാണ്. ഈ പ്രപഞ്ച രഹസ്യങ്ങളും ദൈവിക വചനങ്ങളിലാണ് ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശക്തികൾ, പ്രപഞ്ച ശക്തികളെല്ലാം തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് രഹസ്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ദ സയൻസ് പ്രൂവൺ ബൈ ദ ബൈബിൾ എന്നും പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ നമ്മളുടെ ഖുറാൻ ആൻഡ് സയൻസ്, അവരുടെ സയൻസ് പ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിമുകളുടെ ഒരു ഖുറാൻ്റെ ഒക്കെ ഒത്തിരി ചാനലുകളുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലത്തെ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ ദൈവിക വചനവുമായി ബന്ധപ്പെടുത്തി ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒരു കാര്യം ആണ് ഞാനീ പറയുന്നത്. അതായത് ഈ ലോകത്തിൽ ഫോഴ്സ്, ശക്തി എങ്ങനെയാണ് ഒഴുകുക എന്നുള്ളതാണ്. ശക്തി ഒഴുകുന്നത് എപ്പോഴും ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന്, ഹൈ ഗ്രൗണ്ടിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകും. അപ്പോൾ ഒരു ഫോഴ്സ് ഒഴുകണമെങ്കിൽ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ലോ ആൾട്ടിറ്റ്യൂഡിലേക്കായിരിക്കും ഈ വെള്ളം ഫ്ലോ ചെയ്യുന്നത്, ഒരു ശക്തി ഒഴുകുന്നത്. അപ്പോൾ ദൈവം പറയുകയാണ്, പാപം പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ അതിലേറെ ഒഴുകി എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യം. നല്ലൊരു പാപിയുണ്ട് ഇവിടെ കുറച്ച് പാപം ചെയ്തവനുണ്ട്. ആർക്കാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ഒഴുകുന്നത്? പാപം ചെയ്തവനിലേക്കാണ്. അവനിലേക്ക് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പാപം ചെയ്തവനിലേക്ക് ദൈവം ഒഴുക്കും. പാപം കുറച്ച് ചെയ്തവന് ദൈവത്തിൻ്റെ കൃപ കുറച്ച് മതി. ഇതാണ് ഒരു രഹസ്യം. അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യവും നമുക്ക് മറ്റ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യമായിട്ട് ഇപ്പോൾ ന്യൂട്ടൻ്റെ സയൻറ്റിസ്റ്റ് ന്യൂട്ടൻ്റെ നോട്ടുകൾ ഇംഗ്ലണ്ടിൽ ലേലത്തിൽ പോയി, ഓപ്ഷനിൽ പോയി. അപ്പോൾ ഈ ലേലത്തിൽ പോയപ്പോൾ ഈ സയൻറ്റിസ്റ്റ് ന്യൂട്ടൻ എഴുതി വെച്ച ചെറിയ തുണ്ടുകടലാസുകൾ അടഞ്ഞ ഒരു പെട്ടിയിലാണ്. അപ്പോൾ ഈ പെട്ടി നിറയെ ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഈ പെട്ടിയുടെ അകത്ത് നോക്കിയപ്പോൾ ന്യൂട്ടൻ്റെ അവസാന ജീവിതത്തിൻ്റെ ഈ സയൻസ് ശാസ്ത്രജ്ഞന്മാരുടെ പിതാവാണ് ന്യൂട്ടൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പ്രധാന ശാസ്ത്രജ്ഞന്മാരിൽ ഒരുവൻ ന്യൂട്ടൻ, ഐൻസ്റ്റീൻ, ഇവരിലേക്ക് ഈ ശാസ്ത്രജ്ഞന്മാരുടെ പിതാക്കന്മാർ എന്ന് പറയുന്ന. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ അവസാന ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന സമയത്ത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് തട്ടിമ്പുറത്തിരുന്ന് എഴുതി വെച്ച നോട്ടുകളാണ് പോയത്, സ്വന്തം കൈയക്ഷരത്തിൽ ലേലത്തിൽ പോയത്. അപ്പോൾ അതിൽ ന്യൂട്ടൻ കണ്ടുപിടിക്കാൻ അവസാനം ശ്രമിച്ചത് ഇതാണ്: ബൈബിൾ വചനങ്ങളുടെ അധിഷ്ഠിതമായിട്ടുള്ള പ്രപഞ്ച രഹസ്യങ്ങളാണ് പുള്ളി എഴുതി വെച്ചത്. അപ്പോൾ അതാണ് അവസാനം പുള്ളി വിശ്വാസിയായിരുന്നു. അപ്പോൾ പുള്ളി ആ വചനത്തിലൂടെ നോക്കി കണ്ടു പലതും, ശാസ്ത്രജ്ഞൻ. ഇത് നമുക്ക് വചനത്തിലൂടെ നോക്കി കാണുമ്പോൾ പ്രപഞ്ചത്തിലെ ഒത്തിരി രഹസ്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇത് സമയം കിട്ടുകയാണെങ്കിൽ ഞാനിത് പറയാം. അപ്പോൾ 4 ദിക്കുകൾ, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ 4 ദിക്കുകൾ, നമ്മുടെ എസെക്കിയേൽ പ്രവാചകനിലെ ജീവൻ വരുന്ന 4 കോർണറിൽ നിന്നാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ശക്തി ഒഴുകുന്നതിൻ്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഈ പാപം പെരുകിയെടുത്ത് കൃപ ഒഴുകുന്ന ദൈവത്തിൻ്റെ രഹസ്യമാണ് പറയുന്നത്. അപ്പോൾ സ്വർഗം ഒരു പാപിയെ ചൊല്ലി സന്തോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പാപിനിയാണെങ്കിൽ നിങ്ങൾക്ക് കൃപ ധാരാളമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒഴുക്കാനായിട്ട് ദൈവത്തിന് മടിയില്ല. അപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അതായത് തിന്മ നിറഞ്ഞിരിക്കുമ്പോഴാണ് തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് എന്ന് നമുക്കറിയാം. അല്ലാതെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല, തിന്മ ഭൂമിയിൽ പെരുകി നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ എന്താ പറയുക, പ്രവാചകന്മാരും ദൈവത്തിൻ്റെ നിയുക്തമായ ആളുകളും ഭൂമിയിൽ നിലനിന്നിരുന്നപ്പോഴല്ല ദൈവം പുത്രനെ അയച്ചത്. അവരൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് പുത്രനെ അയച്ചത്, പ്രവാചകന്മാരൊക്കെ. അപ്പോൾ ഒരു തിന്മ നിറഞ്ഞ ഭൂമിയിലേക്കാണ് തൻ്റെ പുത്രനെ അയച്ചത്. പാപികൾക്ക് വേണ്ടിയാണ് അയച്ചത്. ഇപ്പോൾ യേശുവിൻ്റെ വിളുമ്പിൽ തൊടുമ്പോൾ ഒരു സ്ത്രീ, പലരും തൊട്ടെങ്കിലും ഒരു സ്ത്രീ തൊട്ടപ്പോൾ ശക്തി ഒഴുകി അവളിലേക്ക്. അവളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന രഹസ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉയരം കൂടുന്തോറും, ഇപ്പോൾ ഒരു മലയുടെ ഉയരം കൂടുന്തോറും താഴ്ച കൂടിയാൽ എന്തുണ്ടാവും? ഇവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് പൊടുന്നനെ പെട്ടെന്ന് വെള്ളം മുകളിൽ ഒഴുകി അടിയിലേക്ക് എത്തും. അപ്പോൾ ഈ ഡിഫറൻസ് കൂടുന്തോറും ഫോഴ്സ് ക്യുക്കാണ്, പെട്ടെന്ന് എത്തും. അപ്പോൾ ഇത് നമ്മൾ ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം അത്യുന്നതനാണ്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത്യുന്നതനായി ചെന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ശക്തി ഒഴുകില്ല. ദൈവത്തിൻ്റെ ഒപ്പം ചെല്ലാനായിട്ട് നോക്കണ്ട. നിങ്ങൾ സ്വയം എളിമയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ താന്ന് നിന്നാൽ, നിങ്ങൾ ഇങ്ങനെ നിന്നാൽ എന്തുണ്ടാവും? പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകും എന്നൊരു രഹസ്യം ദൈവം കഴിഞ്ഞ ആഴ്ച വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിനെ വേണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ താണു കേണ് അപേക്ഷിച്ചാൽ ഉടനടി ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരും. ദൈവത്തെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഉടനടി വരണമെങ്കിൽ നിങ്ങളുടെ എന്ത് പ്രാർത്ഥനയിലേക്കാണെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ ഒപ്പം ചെല്ലാൻ നോക്കാതെ നിങ്ങൾ ദൈവത്തിൻ്റെ താഴെ നിന്നുകൊണ്ട്, എളിമയായി നിന്നുകൊണ്ട് കേണപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒഴുകും എന്നൊരു രഹസ്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.